ബിസ്ക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്കെല്ലാവർക്കും അതായത് പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ബിസ്ക്കറ്റുകൾ. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചായയോടൊപ്പം നമുക്ക് ഒരു ബിസ്ക്കറ്റ് കൂടി കഴിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒന്നിൽ കഴിക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന നമ്മൾ പിന്നീട് 3-4 ബിസ്ക്കറ്റുകൾ ആ ഒരു ചായയോടൊപ്പം നമ്മൾ കഴിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബിസ്ക്കറ്റുകളിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവാണ്. അതായത് ഇതിനെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഫൈബർ കണ്ടൻറ്റ് ഒട്ടും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നില്ല. ആരോ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒട്ടനവധി ബിസ്ക്കറ്റുകളുടെയും പുറകു വശം നമ്മൾ തിരിച്ചു നോക്കിയാൽ ആരോ റൂട്ട് ഇല്ല, മൈദയാണ് കൂടുതലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റുകളിൽ ട്രാൻസ് ഫാറ്റ് വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ ഭയങ്കരമായിട്ട് കൂട്ടാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനും ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അനുവദനീയമായതിനേക്കാൾ കൂടുതൽ അളവിലുള്ള പഞ്ചസാര ഈ പറയുന്ന ബിസ്ക്കറ്റുകളിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് പോലും നമുക്ക് ഇന്ന് ചൈൽഡ്ഹുഡ് ഡയബറ്റീസ് വരാനുള്ള ഒരു സാധ്യത ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാരയുടെ അളവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ട പഞ്ചസാരയുടെ ഡബിൾ ക്വാണ്ടിറ്റി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ 2 ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ അമിതവണ്ണവും പൊണ്ണത്തടി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മലംപിടുത്തവും ഗ്യാസും ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. കുട്ടികൾക്ക് ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നു. ചിലർക്ക് ആഹാരത്തോട് അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാവും. അതായത് നമുക്ക് കൂടുതലായിട്ട് ഷുഗർ കിട്ടുന്നു, പിന്നീട് ഒരു സമയത്ത് കിട്ടാതെ വരുമ്പോൾ അമിതമായിട്ട് ഷുഗർ ശരീരത്തിൽ കിട്ടണമെന്നൊരു ചിന്ത കൊണ്ടുവരാനും ഇത് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ബിസ്ക്കറ്റുകളുടെ ഉപയോഗം പരമാവധി നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് ആഴ്ചയിൽ 1-2 ബിസ്ക്കറ്റുകൾ മാത്രം നൽകുക എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക.